സർവീസ് പുനരാരംഭിച്ചതിന് പിന്നാലെ റോബിൻ ബസ്സിൽ വീണ്ടും മോട്ടോർ വാഹന വകുപ്പ് ഇന്ന് പരിശോധന നടത്തി. പത്തനംതിട്ടയിലെ മൈലപ്രയിൽ ബസ് തടഞ്ഞാണ് അവർ പരിശോധന നടത്തിയത്. യാത്രാരേഖകൾ പരിശോധിച്ച ശേഷം ബസ് വിട്ടയച്ചു. നിയമം പാലിച്ചാണ് ബസ് സർവീസ് നടത്തുന്നതെന്നാണ് ബസ് നടത്തിപ്പുകാരൻ ബേബി ഗിരീഷിൻ്റെ അവകാശവാദം. റീസ്റ്റാർട്ട് ചെയ്യുകയാണ്. ഒന്നല്ല, ഇപ്പം 3-4 ജയിൽവാസം കഴിഞ്ഞിട്ടാണ് എന്തായാലും ഈ നിയമം ഉണ്ട് എന്ന് ഞാൻ തെളിയിച്ചു. ഇനി ഇതിൻ്റെ ബാക്കി വഴിയെ കാണാം. എന്തായാലും 4 വണ്ടി റെഡിയായിട്ട് നിൽപ്പുണ്ട്. ഫീസ് അടയ്ക്കാനുള്ള ബ്ലോക്ക് ഈ വണ്ടിക്കേ മാറിയിട്ടുള്ളൂ, ബാക്കി വണ്ടികൾക്ക് മാറിയിട്ടില്ല. അത് മാറിയാൽ ഞാൻ പറഞ്ഞ വാക്ക് ഞാൻ പാലിക്കും. ഇതുവരെയുള്ളതെല്ലാം റീൽസ് നിന്ന് കൂട്ടുക, ഇനിയുള്ള ചിമിട്ടൻ കളി, അത്രേ ഉള്ളൂ. എന്തായാലും ഈ കേസിൽ മോട്ടോർ വാഹന വകുപ്പിൻ്റെ നിയമങ്ങൾ ലംഘിച്ചാണ് ഈ ബസ് സർവീസ് നടത്തുന്നതാണ് പറയുന്നത്. പക്ഷേ ഈ ബസ് വീണ്ടും സർവീസ് ആരംഭിക്കുമ്പോൾ പിന്നെയും മോട്ടോർ വാഹന വകുപ്പ് കടലാസുകൾ പരിശോധിക്കുന്നു. രാഹുൽ വിജയനോട് ചോദിക്കാം നമുക്ക്. രാഹുൽ വിജയൻ, ഗുഡ് മോർണിംഗ്. രാഹുൽ വിജയൻ, ഈ ബസ് യാത്ര തുടങ്ങിക്കഴിഞ്ഞല്ലോ. മൈലപ്രയിൽ പരിശോധന കഴിഞ്ഞു. ഇനി അടുത്ത ഏത് സ്ഥലത്ത് മോട്ടോർ വാഹന വകുപ്പ് കാത്തു നിൽപ്പുണ്ടെന്ന് നമുക്കറിയില്ല. നമ്മൾ ആലോചിക്കുമ്പോൾ എന്താണ് ശരിക്കും പ്രശ്നം? ഈ മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഏത് നിയമം അനുസരിച്ചാണ് ഇവർ ഈ ഇടയ്ക്കിടയ്ക്ക് ഈ പരിശോധന നടത്തുന്നത്? സ്കെയിൻ, ഇതൊരു കോൺട്രാക്ട് ക്യാരേജ് വാഹനമാണ്. അത് സ്റ്റേജ് ക്യാരേജ് ആയിട്ട്, അതായത് ഈ ബസ് സ്റ്റാൻഡുകളിൽ കയറി ആളുകളെ എടുത്തുകൊണ്ട് പോകുന്നു, അങ്ങനെ സർവീസ് നടത്തുന്നു എന്നുള്ള കാരണം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് മോട്ടോർ വാഹന വകുപ്പ് ഇതുവരെ ഈ റോബിൻ ബസ്സിനെതിരെ പിഴ ഈടാക്കിയിരുന്നത്, അല്ലെങ്കിൽ നടപടി സ്വീകരിച്ചിരുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ ഒരു മാസവും ഈ വാഹനം പത്തനംതിട്ട എയർ ക്യാമ്പിൽ കിടക്കാനുണ്ടായ കാരണവും അതുതന്നെയായിരുന്നു. എന്തായാലും നിയമ പോരാട്ടങ്ങൾക്കൊടുവിൽ ഇന്നലെ ആ ബസ് വിട്ടുകിട്ടി. ഇന്നത് വീണ്ടും സർവീസ് പുനരാരംഭിച്ചിരിക്കുകയാണ്. രാവിലെ 5 മണിയോടുകൂടിയാണ് സർവീസ് ആരംഭിച്ചത്. ഇതിൽ ഈ ആദ്യത്തെ 1, 2, 3 സീറ്റുകൾ ഒഴികെ ബാക്കി എല്ലാ സീറ്റുകളും നിറയെ ആളുകളാണ്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇവരൊക്കെ ഏതെങ്കിലും ഒരു ആവശ്യത്തിന് പോകുന്ന ആളുകളല്ല. ഇതിൽ ഭൂരിഭാഗം ആളുകളും ഈ ബസ്സിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഈ ബസ്സിൽ വന്നിരിക്കുന്ന ആളുകളാണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് രാവിലെ ഈ സർവീസ് തുടങ്ങിയതിന് ശേഷം ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ കുറച്ച് ദൂരം കഴിഞ്ഞപ്പോഴേക്കും ആദ്യത്തെ പരിശോധന ഉണ്ടായിരുന്നു മോട്ടോർ വാഹന വകുപ്പിൻ്റെ. സ്വാഭാവികമായിട്ടും കഴിഞ്ഞ തവണയൊക്കെ സർവീസ് തുടങ്ങിയപ്പോൾ ഈ മൈലപ്ര എന്ന് പറയുന്ന സ്ഥലത്ത് മോട്ടോർ വാഹന വകുപ്പിൻ്റെ പരിശോധന ഉണ്ടായിരുന്നു. ഇന്നും സമാനമായ രീതിയിൽ പരിശോധന ഉണ്ടായിരുന്നു. പക്ഷേ ഫൈൻ ഈടാക്കുകയോ അല്ലെങ്കിൽ വാഹനം പിടിച്ചിടുകയോ അത്തരം നടപടികളിലേക്കൊന്നും പോയില്ല. കൃത്യമായിട്ടും രേഖകൾ പരിശോധിച്ചതിന് ശേഷം വിട്ടു. അതിലേറ്റവും പ്രധാനമായും എടുത്തു പറയേണ്ടത്, അല്ലെങ്കിൽ ആ വാഹനം വിട്ടുകൊടുക്കാൻ ഇടയായ സാഹചര്യം എന്ന് പറയുന്നത്, ഇന്ന് ഈ വാഹനത്തിൽ യാത്ര ചെയ്യുന്ന അല്ലെങ്കിൽ ഈ വാഹനത്തിലുള്ള എല്ലാ ആളുകളും ഈ യാത്രയ്ക്ക് മുൻകൂട്ടി തന്നെ ബുക്ക് ചെയ്തിരുന്നവരാണ്. കൃത്യമായിട്ടും അവരുടെ പേര്, വിവരങ്ങളും ഫോൺ നമ്പർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതിൽ ഈ കയറുമ്പോൾ ഈ വണ്ടിയുടെ ചെക്കറുണ്ട്. ആ ചെക്കറുടെ കയ്യിൽ കൃത്യമായിട്ടുള്ള ഡേറ്റയുണ്ട്. അതുകൊണ്ട് തന്നെ അതിൽ യാതൊരു തരത്തിലുള്ള നിയമലംഘനവും ഇല്ല എന്ന് കണ്ടിട്ടായിരിക്കാം ഒരുപക്ഷെ മോട്ടോർ വാഹന വകുപ്പ് മറ്റ് നടപടികളിലേക്കൊന്നും കടക്കാതെ ആ വണ്ടി വിട്ടുകൊടുക്കുകയും ചെയ്തത്. നിലവിൽ ഈ കോട്ടയം ജില്ലയിൽ ഈ യാത്ര കോട്ടയം ജില്ല കടന്നിട്ടുണ്ട്, ഇടുക്കി ജില്ലയിലേക്ക് കടന്നിട്ടുണ്ട്. കോട്ടയം ജില്ലയിൽ ഒരു സ്ഥലത്തും പരിശോധനയില്ലായിരുന്നു. അതുപോലെ തന്നെ ഈ വഴിയിൽ ഒരുപാട് ആളുകൾ ഈ വാഹനത്തിന് അഭിവാദ്യം അർപ്പിക്കുന്നതിന് വേണ്ടി കൂടിയിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം കൂടി എടുത്തു പറയേണ്ടതാണ്. ഇനി എവിടെയെങ്കിലും പരിശോധന ഉണ്ടാകുമോ എന്നുള്ളൊരു കാര്യത്തിൽ വ്യക്തതക്കുറവുണ്ട്. എന്തായാലും നിയമപരമായിട്ടുള്ള എല്ലാ നടപടികളും പൂർത്തിയാക്കിയാണ് ഈ വാഹനം ഓടിക്കുന്നത് എന്നുള്ളതാണ് ഈ ബസ്സിൻ്റെ നടത്തിപ്പുകാരൻ എന്തായാലും പറഞ്ഞിരിക്കുന്നത്. ചേട്ടാ, നിങ്ങൾ എന്തെങ്കിലും ആവശ്യത്തിന് പോകുന്നതാണോ അതെയോ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുള്ള യാത്രയാണോ? ഒരു ഫ്രണ്ടിനെ കാണാനാണ് പോകുന്നത്. അപ്പം പിന്നെ ഈ ബസ്സിന് തന്നെ പോയേക്കാന്ന് വിചാരിച്ചു. അങ്ങനെയാണ്. ആവശ്യത്തിന് പോകുന്ന ആളുകളുമുണ്ട് കേട്ടോ. എല്ലാവരും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള യാത്രയല്ല, ആവശ്യത്തിന് പോകുന്ന ആളുകളുമുണ്ട്. എന്തായാലും ഇന്ന് വലിയ തരത്തിലുള്ളൊരു ബുദ്ധിമുട്ട് ഈ ബസ്സിൽ യാത്ര ചെയ്യുന്ന ആളുകൾക്കും ഉണ്ടായിട്ടില്ല എന്നുള്ളതും പറയേണ്ടത് തന്നെയാണ്. ഓക്കെ, താങ്ക് യു രാഹുൽ വിജയൻ. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.